ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുണ്ടല്ലോ ഓണത്തിന് ഏതായാലും 2 ദിവസം ലീവൊക്കെ കിട്ടി. അപ്പം പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചാൽ നേരെ മൈസൂരേക്ക് വിട്ടു കേട്ടോ. മൈസൂർ വിട്ട് നമ്മൾ പാലസിൻ്റെ അടുത്താണ് കാറൊക്കെ വെച്ച് വണ്ടിയൊക്കെ വെച്ച് അവിടെ പാർക്ക് ചെയ്ത് നേരെ സൂവിലേക്ക് പോകും കേട്ടോ. ആദ്യം സൂവിലേക്ക് പോയിട്ട് പിന്നെ പാലസിലോട്ടേക്ക് വരാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ സൂവിലേക്ക് പോയാൽ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ മൃഗങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട്, അപ്പോൾ അവരോടൊക്കെ ഒരു ഹായൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെല്ലെ അവിടെയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ സൂവിലെത്തി ഇനി ടിക്കറ്റൊക്കെ എടുക്കണം. വലിയ തിരക്കില്ലേനു, എന്നാലും വലിയ തിരക്കില്ലാണ്ടില്ല കേട്ടോ. ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പക്ഷികളെ കണ്ടു, പിന്നെ ആനേനെ കണ്ടു, മാനിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു. സിംഹത്തിനൊന്നും ഒരു വികാരമില്ല, സിംഹത്തിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്കതിനും ബോറടിക്കരുതല്ലേ, ഒരു സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം. ആദ്യം നമുക്ക് പോയാൽ ചിലപ്പോൾ ഭയങ്കര നല്ല രസമായിരിക്കും. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു നമുക്ക് 2 ദിവസത്തെ കൂടുതൽ വീട്ടിലിരുന്നാൽ 3-ാം ദിവസം എവിടെയെങ്കിലും പോയി വന്നാലേ നമ്മളെ മൈൻഡ് ആയാലും ആക്ച്വലി ഒന്ന് ഫ്രഷ് ആവും. അപ്പം ശരിക്കും ഇവർക്ക് ഇവിടെ ഇരുന്ന് ശരിക്കും ഡിപ്രഷൻ അടിച്ച പോലെയുണ്ട് കാണുമ്പം. ചിലരൊക്കെ കാണുമ്പോൾ അത്രയും യാതൊരു വികാരമില്ല. ആരൊക്കെയോ ഒന്ന് കാണുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നതല്ലാണ്ട് ഒരു തരത്തിലുള്ള ഒരു ഇതുമില്ല. പിന്നെ പുലിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കരടീനെ കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞി കരടികളുണ്ടായിരുന്നു. അവരിങ്ങനെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. വേറെ എന്താ പറയുക, ഭയങ്കരമായ ഒരു രസമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാ മൃഗങ്ങളുണ്ട്. സീബ്രയും നമ്മുടെ ജിറാഫും. അപ്പോൾ ലുക്കുന് ഇപ്പം ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കത് ഭയങ്കര, അവർ ഈ കഥയിലൊക്കെ കണ്ടിട്ടുള്ള സാധനത്തിനൊക്കെ അയ്യോ സീബ്ര, ജിറാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമുക്ക് പക്ഷേ ഇവർ എന്തെങ്കിലും ഓടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്കിങ്ങനെ പണ്ട് എനിമൽ പ്ലാനറ്റൊക്കെ കണ്ടെങ്കിൽ സിംഹം പോയിട്ട് ഇങ്ങനെ മാനിനെ പിടിക്കാൻ പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. എൻ്റെ മനസ്സിലാണ്, എല്ലാവരും മനസ്സിൽ അങ്ങനെയാവുന്നില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ആണുള്ളത്. അപ്പം പെട്ടെന്ന് ഇവരിങ്ങനെ ഒരു വികാരമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഉണ്ടല്ലോ ഒരു 2 മണിക്കൂറോളം 2-2.5 മണിക്കൂറോളം മൈസൂർ സൂ കാണാനുണ്ട്. ശരിക്കും ഉച്ചയാകുമ്പോഴത്തേക്ക്, രാവിലെ കയറിയാൽ ഉച്ചയ്ക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു 10 മണിക്ക് കയറിയാൽ 12:30 ആകുമ്പോഴത്തേക്ക് മൈസൂർ സൂന്ന് മെല്ലനെ ഇറങ്ങാം. അങ്ങനെയാണ് അത്രയും കുറേ നടക്കാനുണ്ട്. അപ്പം പോകുന്നതാണെങ്കിൽ ഇപ്പം എല്ലാവരും മൈസൂർ സൂവിലൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും പോകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളതൊക്കെ വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. നമ്മൾ വിചാരിച്ചത് സൂ 10 മണിക്ക് ഓപ്പൺ ആവുന്നതാണ് കേട്ടോ. പക്ഷേ ഇപ്പം 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ പോയാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിക്കാം. ക്ഷീണിച്ചു ഗൈസ്, ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഇത് മൈസൂർ പാലസിൻ്റെ അടുത്തുള്ള ഒരു RRR മെസ്സാണ്. അടിപൊളി ഭക്ഷണം കേട്ടോ. എനിക്കൊന്ന് മൈസൂരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു ഇത്. കാരണം എല്ലാവരോടും ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു RRRൽ പോയിക്കോ. പിന്നെ ഈ RRR നമ്മുടെ കണ്ണൂർ ഷീനുള്ള പോലെ എല്ലാ മുക്കിലും മൂലയിലും RR ഉണ്ട്. എവിടെ പോയാലും RRR, ഇപ്പുറത്തെ RR ഉണ്ട്, അപ്പുറത്തൊരു RR. അപ്പോൾ അത്യാവശ്യം നല്ല ഭക്ഷണമാണ്, നല്ല ടേസ്റ്റുള്ള ചോറ്, കറിയും ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാലസിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ചു കുതിരവണ്ടിയിൽ പോകും. കുതിരവണ്ടിയായിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പോകുന്നവർ ഇങ്ങനെ പോയാൽ നന്നായിരിക്കും. കാരണം കുതിരവണ്ടിയിലൊന്ന് കയറുകയും ചെയ്യാം. ഞാൻ വിചാരിച്ചത് മറ്റൊരു പ്രിൻസസിനെ പോലുള്ള ഒരു കുതിരവണ്ടിയിലായിരുന്നു. അതിൽ കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെ കിട്ടിയതിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കയറി. ഇതിൽ ഒരാൾക്ക് 100 രൂപ എങ്ങനെയാണ്. അപ്പോൾ ടോട്ടൽ ഞങ്ങൾ 4 പേരുള്ളതിനെ കൂടെ 400 രൂപ മേടിച്ചു. പക്ഷേ ഈ കുതിര ഇങ്ങോട്ടേക്ക് വളയുമ്പോൾ ഒക്കെ ശരിക്കും നമുക്ക് പേടിയാവും. കാരണം നല്ല ട്രാഫിക് ഉണ്ട് റോഡിൽ. അപ്പോൾ ഈ കുതിരയ്ക്ക് കണ്ണ് കാണുന്നുണ്ടോ എന്ന് വരെ എനിക്കറിയില്ല. കുതിര ഇങ്ങനെ പോവുക തന്നെ. ബാക്കി അവിടെ ഉള്ളവരെല്ലാവരും എന്താ പറയുക, നല്ലോണം സഹകരിക്കുന്നുണ്ട് കേട്ടോ. കുതിരേനെ ഇങ്ങനെ തട്ടുമുട്ടൊന്നും ചെയ്യുന്നില്ല. കുതിര ഇങ്ങനെ വളവൊക്കെ അങ്ങനെ പണ്ടത്തെ ഓർമ്മയിൽ ഇങ്ങനെ വളയുക തന്നെയാണ്. അപ്പുറത്ത് ബസ്സുണ്ട്, ലോറിയുണ്ട്, കാറുണ്ട്, ഒന്നും കുതിര നോക്കുന്നില്ല. നല്ല രസമായിരുന്നു. ശരിക്കും പേടിയാവും നമുക്ക് വളവൊക്കെ ഇങ്ങനെ വളയുമ്പോൾ. ഒരൊറ്റ വളയിലുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു വളയിൽ. അങ്ങനെ പാലസിലെത്തി. പാലസിൽ നല്ല ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ.
അതിനെക്കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇങ്ങനെ തിങ്ങിത്തിരങ്ങിയാണ് നമ്മൾ പാലസിനുള്ളിൽ പോയി. ഞാൻ ഒരിക്കൽ പോയതാണ്, പക്ഷെ എന്നാലും വീണ്ടും കാണാൻ ഒരിതുണ്ടാവുമല്ലോ. അങ്ങനെ പാലസൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പം ദസറേനോടനുബന്ധിച്ചുള്ള എന്തൊക്കെയോ പരിപാടികളൊന്നും അവിടെ ഉണ്ട്. അപ്പം കുറേ ഒരു 10-12 ആനകളൊക്കെ ഇങ്ങനെ നടന്നിട്ട് പോവുക. അതിലൊരു ആനേനെ നമ്മൾ ഭീമാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തുമ്മിക്കതിനെ കൊണ്ട് ഹായ് ഒക്കെ പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ റൂമിലൊക്കെ പോയി റെസ്റ്റൊക്കെ എടുത്ത് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ മൈസൂരിൻ്റെ സ്വന്തം ഇതാണ് കേട്ടോ, ഇവിടെയാണ് നമ്മളെ മൈസൂർ പാക്ക് ഉണ്ടാക്കിയ സ്ഥലം കേട്ടോ. അപ്പം അവിടെ പോയിട്ട് തന്നെ നമുക്ക് മൈസൂർ പാക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് മൈസൂർ പാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗീയും വിത്തൗട്ട് ഗീയും ഗീ വിത്ത് മിൽക്ക് പിന്നെ മിൽക്ക് ഹൽവ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ മിക്സഡ് ആക്കിയിട്ട് ഒരു 2 പാക്കറ്റ് മേടിച്ചു. നമ്മളിന്ന് പോകുന്നത് ചെന്നകേശവ ടെമ്പിൾ സോമനാഥപുരത്തിലേക്കാണ്. അപ്പോൾ അത് ശരിക്കും എന്താ പറയുക, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾ മൈസൂർ പോവുകയാണെങ്കിൽ എന്തായാലും അവിടെ പോകണം. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ ശരിക്കും അവിടെ പോയപ്പം ഹംപീനെയൊക്കെ മിസ് ചെയ്തു. അല്ലാതെ ആ ഒരു ഹൊയ്സാല ആർക്കിടെക്ചർ ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം 70 രൂപ എങ്ങാനേ ടിക്കറ്റുള്ളൂ. അപ്പം നേരെ അങ്ങോട്ടേക്ക് വിട്ടു. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇത് എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സിന് വല്ലാത്തൊരു കുളിർമ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒന്നവിടെ. ഇത് 1268 ഉണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ്. ഹൊയ്സാല കിങ് ആയിട്ടുള്ള നരസിംഹ മൂന്നാമൻ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹൊയ്സാല ആർക്കിടെക്ചറാണ്, സോമനാഥപുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരമ്പലമാണുണ്ട്. അപ്പോൾ 3 മകുടങ്ങൾ അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ ടെമ്പിളിലേക്ക് കയറുമ്പം തന്നെ 3 മകുടങ്ങൾ ഇങ്ങനെ മുകളിൽ കാണാം. അതെന്നുവെച്ചാൽ 3 ദേവസ്ഥാനങ്ങളാണ്. ഇപ്പം വേണുഗോപാലസ്വാമിക്ക്, കേശവന്, ജനാർദ്ദന് പറഞ്ഞിട്ട് 3 വിഷ്ണുവിൻ്റെ രൂപങ്ങൾക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് 3 മകുടങ്ങൾ. 3ൻ്റെ ഉള്ളിലും 3 വിഗ്രഹങ്ങളാണ് ഉള്ളത്. പക്ഷേ മൂലവിഗ്രഹം ഇവിടെ ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ അമ്പലം നിർമ്മിച്ചതിന് ശേഷം 2 തവണയാണ് ഈ അമ്പലം ആക്രമിക്കപ്പെട്ടത്. നമ്മുടെ ഹംപീനെ പോലൊക്കെ തന്നെ 200 കൊല്ലം എടുത്തിട്ട് ഉണ്ടാക്കിയ ഹംപീനെ 6 ദിവസം കൊണ്ടാണ് മുസ്ലിം രാജാക്കന്മാർ ആക്രമിച്ച് തകർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു മുസ്ലിം അറ്റാക്കിലാണ് ഇതും. അലാവുദ്ദീൻ ഖിൽജിൻ്റെ മാലിക് കഫൂറിൻ്റെ അറ്റാക്കിലും അദ്ദേഹം ഒരു പ്രാവശ്യം വന്നിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഈ ശില്പങ്ങളുടെ ഒക്കെ മുഖങ്ങൾ, കൈ, കാല് അതൊക്കെ ആ ശില്പങ്ങളുടെ ഭംഗിയുണ്ടല്ലോ അതൊക്കെ ഇവർ നശിപ്പിച്ച് കളയും. അപ്പം അവിടെ ഇപ്പോൾ കൊത്തി വെച്ചിട്ടുള്ള കുറേ ശില്പങ്ങൾക്ക് ഇപ്പോൾ മുഖത്തിൻ്റെ ഷേപ്പ്, കൈ അങ്ങനത്തെയൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അതെല്ലാം അവർ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 1936 മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അറ്റാക്കിലുമാണ് ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് അവർ അവിടുത്തെ മൂലവിഗ്രഹം കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം മൂലവിഗ്രഹം നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മൂലവിഗ്രഹത്തിന് പൂജിക്കാൻ പറ്റില്ല. പിന്നെ ഒരു സാമ്രാജ്യമൊക്കെ നശിച്ചു. പിന്നെ ഈ അമ്പലം ഇങ്ങനെയായി. അപ്പോൾ ഇതിനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി ഭഗവതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവെന്ന് പറയുന്നത് താമരയാണ്. അപ്പോൾ നമ്മുടെ കയറുമ്പം തന്നെ താമരേൻ്റെ മൊട്ട്, പിന്നെ അത് വിരിയുന്നത്, അങ്ങനെ വിരിഞ്ഞ് ഏറ്റവും അവസാനത്തത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന താമരേനെയാണ് കാണിക്കുന്നത്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായ കൊത്തുപണിയാണ്. അത് ഫസ്റ്റത്തെ മൊട്ടിൻ്റെ മേലെ കുറേ മദ്ദടങ്ങനെ സംഗീതോപകരണങ്ങളൊക്കെ വായിക്കുന്നത് വെച്ചിട്ടുള്ളതും. അപ്പോൾ ഓരോ മൊട്ടും ഓരോരോ പ്രത്യേക രീതിയിലാണ് അവർ പണിഞ്ഞിട്ടുള്ളത്. പിന്നെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദ്രാവിഡ ശൈലി, പുരി ജഗന്നാഥ ക്ഷേത്രം, പിന്നെ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, അങ്ങനെയെല്ലാം അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ കാർ മ്യൂസിയത്തിനെ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് കയറി നമ്മുടെ പഴയ പണ്ട് മുതൽക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അവിടുത്തെ മൈസൂർ രാജാവ് ഉപയോഗിച്ചിട്ടുള്ള കാറും, പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പണ്ടത്തെ കാറുകളൊക്കെ ഇല്ലേ അതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ മൈസൂർ രാജാവ് ഉപയോഗിച്ചിട്ടുള്ള കാറാണ്. അദ്ദേഹത്തിന് പണ്ട് ഇംഗ്ലീഷുകാരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണത്.
ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പം എൻ്റെ മൈസൂർ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.